മരിച്ചാണെങ്കിൽ പിന്നെ മരിച്ചു പോയിട്ടാണോ? വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ഞങ്ങളൊരു വഴിക്ക് പോവാണ്. ഞങ്ങൾ ഇവിടെ അടുത്ത് വരെ പോയി നിങ്ങളൊരു സൂത്രം കാണിക്കാം. നമ്മുടെ ലാസ്റ്റത്തെ ഒരു പരിപാടി ഇല്ല തൂട്ടിയൊക്കെ കേട്ടോ. എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ ചക്കല ബാക്കി കിടപ്പുണ്ടായിരുന്നു, അത് ഉണ്ടോ നോക്കാം. ഉണ്ടെങ്കിൽ അത് പറിച്ചിട്ട് പോയേക്കാന്ന് ഓർത്താ പറമ്പിൽ. അയ്യോ അത് ശരിയാണല്ലോ, ഇവിടെ ഒരു വീടുണ്ടായിരുന്നില്ല, ആ വീട് കാണാനില്ലല്ലോ, മൊത്തം മാന്തിക്കൊണ്ട് പോയി. അപ്പം നമ്മുടെ പ്ലാവേ കയറാൻ വന്നിരിക്കുകയാണ്. പ്ലാവേൽ ഉള്ള ചക്ക പറിച്ചേക്കാന്ന് ഓർത്താണ്. തെങ്ങയിലൊന്നുമില്ല, അതുകൊണ്ട് തെങ്ങയിലോട്ടൊന്നും നോക്കണ്ട. തെങ്ങയിലുള്ള ആ വാട്ടലുള്ള തെങ്ങ മാത്രം തെങ്ങയാണ്, ബാക്കിയൊന്നുമില്ല. ഇവിടെ എല്ലാം അതെ 3 തെങ്ങ ഉണ്ടല്ലേ. ചക്കയെല്ലാം മൂത്ത്, ബാക്കിയുള്ളതെല്ലാം മൂത്ത് പൊട്ടി തകർന്ന് കിടക്കുവാണ്. അപ്പോൾ എല്ലാം അങ്ങ് മൊത്തം പറിച്ചേക്കാണ്. ഇതെല്ലാം മൂത്ത് പോയിട്ടുണ്ട്, താഴെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഏതെങ്കിലും മൊത്തം പറിച്ചേക്കാം. അതെന്ന് പൊളിച്ചോണ്ട് പോയി, മൊത്തത്തിൽ പൊളിച്ച് പോയിട്ടോളി. മാറി തലയില് ഉണ്ടോ? ഉവ്വ, അത് മറ്റേ കമ്പേ തട്ടി വീഴുന്നതാ. ആ കമ്പേ തട്ടി വീഴുക, മാറിന്നോ. ഇതോ കണ്ടോ, പേടിയാ വരുന്ന വരവ്. പേടിച്ചിട്ട് കാര്യമില്ല, പേടിക്കേണ്ട അടുത്ത് പേടിക്കണം. എല്ലാം മൂത്തതാണേ, കുഞ്ഞുതാന്നേ ഉള്ളൂ. പൊന്നൂന് കൊടുക്കാം, കുറച്ച് നമുക്കും തിന്നാം. ഇത് മാച്ചക്കയല്ലേ? ആ നോക്കാം. 12 മാസം ഉണ്ടാകുന്ന പ്ലാവാണോ? മൊത്തം തേക്കിൻ്റെ ഇലയെല്ലാം പൊഴിഞ്ഞു പോയി കേട്ടോ. തേക്കിൻ്റെ ഇല അതിനകത്ത് പറക്കിയിടും, കുറച്ചുകൂടെ പറക്കിയിടും. 2 ചാക്കുണ്ട് അതിനകത്ത്. അത് മറ്റേതിനകത്തുള്ള എന്നാൽ അത് മതി, അതതിനകത്ത് ഇട്ടു. അതോടൊന്നും താഴെ പോയി അതൊക്കെ എടുത്തായിരുന്നു, താഴെ പോയാലും എടുത്തായിരുന്നു. അത് പശുവിനെ കൊടുക്കാം. നമ്മൾ തുളച്ചതിൻ്റെ ബാക്കി ഒരു തുളച്ചതാണ്. അപ്പോൾ നമ്മുടെ ഈ പറമ്പിലെ ചക്കപ്പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിൽ ചെറുതായിട്ടൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. ഇതിനിപ്പോൾ അത് ആയി വരുമെന്ന് വരത്തില്ല, മാച്ചൊക്കെ മാറുമെന്ന് വരത്തില്ല. മറ്റേ അതിലൊക്കെ ഉണ്ടാകുന്നുണ്ട്, അത് ഉണ്ടായി തുടുപ്പുഴി തന്നെയാണ് പിന്നെ ഉണ്ടായി കാണുന്നത്. പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഉണ്ടാവും. ഇപ്പോൾ ചക്കയൊക്കെ ഉണ്ടായി വരുന്നല്ലേ ഉള്ളൂ. ഇവിടെ ഒരു വീട് കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ആ വീട് ഇവിടെ ഇല്ല. ആ വീട് പൊളിച്ച് അവർ പണിയാൻ പോവാണ്. ഇനി വരുമ്പോൾ നമുക്കവിടെ ഒരു വലിയ വീട് കാണാം. അപ്പോൾ നമ്മുടെ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് കാണിക്കാം. നല്ല പച്ചപ്പല്ലേ. ചെരുപ്പിടാതെയാണല്ലോ നടക്കണമെന്ന്. ചെരുപ്പ് ആ എന്തിയേ? എലിക്കുട്ടിയമ്മല്ലേ അകത്തു കൂടെ ചെരുപ്പിട്ട് നടക്കണം, ഞാനല്ല. ഉണ്ട് എന്തിയേ? കാലയില്ലല്ലോ. എന്തിയേ? എൻ്റെ ചെരുപ്പ് പുറത്ത് കിടപ്പുണ്ട്, ഞാൻ അകത്ത് ചെരുപ്പിടാറില്ല. പുറത്തൊന്നുമല്ല, അകത്ത് കിടപ്പുണ്ട്. അകത്ത് കിടപ്പുണ്ട്. അകത്ത് കിടന്നാൽ മതിയോ? കാല ഇടണ്ടേ? കാല ഇടണ്ടേ? ആ ആ ഒരു നേരമല്ല, എപ്പോഴും ഇടുന്നില്ല. ഇപ്പം ഒരു പ്രാവശ്യം ഇട്ടില്ലെന്നല്ല, എപ്പോഴും ഇടുന്നില്ല. ചക്ക വെട്ടിയാൽ ഒരുക്കാൻ കൂടുവന്നു. ചക്ക പറിച്ചു വന്നിട്ടുണ്ട്. ചക്ക ഒരുക്കാൻ കൂടിയേക്കും. ഇന്ന് ഫ്രഷാണല്ലോ. എന്നാൽ ചെരുപ്പെടുത്തിട്ട് ഞാൻ ചെരുപ്പെടുത്തോണ്ട് വരാം. തണുപ്പൊക്കെ അടിച്ചടിച്ചാണ്, കാല് വേദനയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞത്. പിന്നെ ഈ കിടക്കണ ചെരുപ്പല്ലേ, ഇതല്ലേ ചെരുപ്പ്? ഇതുണ്ടല്ലേ, ഇതല്ലേ എലിക്കുട്ടിയമ്മയുടെ സൂപ്പർ ഫാസ്റ്റ് ചെരുപ്പ്. അത് കേട്ടോ.
ഇട്ടുകൊണ്ട് നടക്ക്, അതൊക്കെ ഇട്ടുകൊണ്ട് നടക്ക് കേട്ടാ. പഴയ ചെരുപ്പായിരിക്കും ഇപ്പോഴും ഓർമ്മ നിൽക്കുന്നത്. ആര്? പിള്ളേര് പിള്ളേരൊന്നുമില്ല, ഇവിടുത്തെ പിള്ളേർ ഇപ്പോൾ എലിക്കുട്ടിയാ. ആ എലിക്കുട്ടി ഇപ്പോൾ കൊച്ചിട്ടാൽ മതി. പഴയ ചെരുപ്പായിരിക്കും ഇപ്പോൾ മെമ്മറിയിൽ, അതായിരിക്കും കുഴപ്പം. ചെരുപ്പിട്ടുകൊണ്ട് നടക്കും കേട്ടോ. അല്ലെങ്കിൽ അവിടെ മുട്ടി ഇവിടെ മുട്ടി കാല് വേദനയാണെന്ന് പറയാൻ പറ്റിയില്ല എപ്പോഴും. അത് ഉണങ്ങി വന്നേ ഉള്ളൂ, അതുകൊണ്ട് ഇന്ന് വേദനയാണെന്ന് പറഞ്ഞില്ല. എലിക്കുട്ടിയമ്മ അങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്. കറുത്ത് കസേര പോയി ഇരിക്കുന്നുണ്ടോ? കസേരയിൽ ഇരിക്കുന്നുണ്ടോ? തിണ്ണയിലിരിക്കുന്നുണ്ടോ? തിണ്ണയിൽ പോയിരിക്കുന്നുണ്ടോ? തിണ്ണയില് പോയിരിക്കുന്നുണ്ടോ? തിണ്ണയില് സിറ്റ് ഔട്ടിൽ പോയിരിക്കുന്നുണ്ടോന്ന്. നടപ്പൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കിടന്നിട്ട് പ്രാർത്ഥന തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ. കന്യാസം അതുപോലെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി വിശാഖയുടെ വാതാവ് ഉറക്കവും വരുന്നുണ്ട്, ആലോചിക്കും യോഗ്യയായി ആയിക്കോട്ടായും വരുന്നുണ്ട്. സകലഹൃദയർക്കും അധിപതി കേന്ദ്രമായി ഈശോയുടെ ഇന്നലെ വർത്തമാനം പറഞ്ഞാലൊക്കെ മറന്നുപോയായിരുന്നു. മറിയത്തിന്റെ വിലമേർദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. വിശുദ്ധ അവസരപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. ബാക്കിപ്പെട്ട മർക്കീർത്ത മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. എന്തായാലും പ്രാർത്ഥന കുട്ടിയമ്മ അങ്ങനെ മറന്നു പോയിട്ടില്ല. കർത്താവെ അനുഗ്രഹിക്കണേ, മറന്നു പോകുന്നുണ്ടെങ്കിലും അനുഗ്രഹിക്കണേ, കർത്താവെ അനുഗ്രഹിക്കണേ. വിശായ ഞങ്ങൾ പ്രാർത്ഥന മറന്നു പോയിട്ടില്ലെന്നാ പറഞ്ഞത്. വിശായ ഞങ്ങൾ ആകാശങ്ങളിൽ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണേ. ഞങ്ങളെ അനുഗ്രഹിക്കണേ. ശുദ്ധമാനമറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. തമ്പുരാന്റെ ഉണ്ണിയെന്നെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. സകല ഹൃദയങ്ങൾക്ക് അധിപതി കേന്ദ്രവുമായി ഈശോയുടെ ഹൃദയമേ ഞങ്ങളുടെ കുറിയായി അറിയത്തിന്റെ വലിമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. വിശുദ്ധ അവസരപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. ബാക്കിപ്പെട്ട മർക്കിയിരുത്താൻ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. കുട്ടിയമ്മയുടെ പ്രാർത്ഥന തുടരട്ടെ. ഞാൻ പോവാണ്. അങ്ങനെ എലിക്കുട്ടിയമ്മ പ്രാർത്ഥനയ്ക്കിടയ്ക്ക് ജ്യൂസ് കുടിക്കുകയാണ്. ജ്യൂസ് പ്രാർത്ഥനയുടെ ക്ഷീണമൊക്കെ മാറണ്ട. പ്രാർത്ഥിച്ച് ഭയങ്കര പ്രാർത്ഥനയില്ലായിരുന്നു അല്ലേ? മധുരമുണ്ടോ? മധുരമുണ്ടോ? മധുരം മധുരമുണ്ടോ? മധുരമുണ്ടോന്ന്? ഉണ്ടായിരിക്കുന്നുള്ളോ? ഇല്ലേ? ഞാൻ കുടിച്ചിട്ട് എനിക്ക് മധുരം അത്ര പോരാ. എലിക്കുട്ടമ്മയ്ക്ക് മധുരം ഉണ്ടോന്ന് അറിയാനാണ് ചോദിച്ചത്. കുരുവാ കുടിക്കുക. അതുകൂടെ കുടിക്കേ, അതുകൂടെ കുടിക്കേ. എങ്ങോട്ടാ? ഇതാ നമ്മുടെ വീട്. ഏത് വീട്ടിലാ? ഏത് വീട്ടിൽ പോനാ? നമ്മുടെ വീടെന്ന് പറഞ്ഞാ നമ്മുടെ വീടെന്ന് പറഞ്ഞാൽ ഏത് വീടാ? നമ്മുടെ വീടെന്ന് പറഞ്ഞാൽ ഏത് വീട്? ഏതാ വീട്ടുപേരനാ? നമ്മുടെ വീട്ടുപേരനാ? അരയത്താ? ആ, അരയത്ത് പുത്തമ്പരയിലോട്ടാണോ പോണ്ടേ? അവിടെ പ്രാർത്ഥിക്കാൻ ചെന്ന ആരുമില്ല. അവിടെ പ്രാർത്ഥിക്കാൻ ചെന്ന ആരുമില്ല. അവരൊക്കെ നാനാ വഴിക്ക് പോയി. നാനാ വഴിക്ക് പോയി. നാടകത്തിലല്ല, പല വഴിക്ക് പോയെന്ന്. പല വഴിക്ക് പോയി. പല വഴിക്ക് പോയെന്നേ. ആ, ഓരോ ജോലിയും കാര്യമൊക്കെ ആയിട്ട് പോയില്ലേ? ജീവിക്കണ്ടേ? അപ്പം പലരും പല വഴിക്കായി പോയി. ആ, പണം വേണം ജീവിക്കണേ. പണം വേണ്ടാ പറ്റുമോ? ആ, പണം ഉണ്ടാകാൻ പോയി. പണം വേണം ജീവിക്കണമെങ്കിൽ. പിന്നെ ആ വീടും ഇല്ല ഇപ്പം. ആ വീടേ ആ, കാര്യം നടക്കുള്ളൂ. അത് തന്നെ. അതെ, പണം വേണം. പണം ഉണ്ടല്ലേ കാര്യങ്ങൾ നടക്കുള്ളൂ. കുടിക്കേ, കുടിച്ച് തീർക്ക. ഞാൻ പോകാൻ ഇറങ്ങിയതാ. അന്നേരത്തിന് എലിക്കുട്ടിയമ്മ പിന്നെയും ഓരോന്ന് പറഞ്ഞ് വിളിച്ചതാ.
അരയത്തെ പുത്തമ്പരയിലെ വീടേ ഏ ആ വീടൊക്കെ പൊളിച്ച് കളഞ്ഞ്. ഏ? അരയത്തെ വീടൊക്കെ പൊളിച്ച് കളഞ്ഞ്. വിളിച്ചോ? പൊളിച്ച് കളഞ്ഞു. ഏ? അരയത്തെ വീടില്ലേ ഉം. അതൊക്കെ പൊളിച്ച് കളഞ്ഞ്. ഒഴിച്ച് കളഞ്ഞോ? ആ അതിനാ? അത് പഴയതായി പോയില്ലായിരുന്നോ? ഏ? ഒത്തിരി പഴയതായി പോയായിരുന്നല്ലോ. അതുകൊണ്ടാണോ? ആ അത് പൊളിച്ച് കളഞ്ഞത് ഇനി പുതിയത് പണിയാനായിട്ട്. അവിടുത്തെ മണ്ണെല്ലാം എടുത്തു. പണ്ട് നമ്മുടെ വീട് മുകളിലല്ലേ ഇരുന്നേ? പണ്ട് വീട് മുകളിലല്ലേ ഇരുന്നേ? രണ്ട് വീട് മുകളിലല്ലേ ഇരുന്നേ? ആ മണ്ണൊക്കെ എടുത്ത് താത്തി വഴിയുടെ നിരപ്പാക്കി. ഇനി അവിടെ വീട് പണിയും. ഭാഗ്യമുണ്ടായി നമുക്ക് വീട് കാണാം. എന്ന് പണിയൊന്നും അറിയത്തില്ല. ഇപ്പം എല്ലാവരും നിരപ്പിലാക്കിയോ? ആ നിരപ്പാക്കി. അതാ നല്ലത്. ആ മറ്റേത് ഭയങ്കര പൊക്കത്തിലല്ല ഞോ. നമ്മൾക്കും പ്രായം ചെന്നവർക്കും ഒന്നും ഒരു കൂട്ടത്തിലും പോകാൻ പറ്റിയല്ല. ആ കയറി ചെല്ലാൻ പാടായിരുന്നു. ഒത്തിരി പാടാണ്. അതുകൊണ്ട് അത് താത്തി. ഇപ്പം എല്ലാവരും താന്നു വന്നു. ഇത് കൊണ്ടോ എവിടെയാ വെക്കാം? അത് അടുക്കളയെ കൊണ്ടോ വെക്കണം. അടുക്കളയെ കൊണ്ടോ വെക്കണം. അടുക്കള എവിടെ? അടുക്കള നമ്മുടെ അടുക്കള എവിടെയാ? ഇറങ്ങി നോക്കിക്കേ. അടുക്കള വല്ലവരും ഉണ്ടോ? അടുക്കളയിൽ ആരെങ്കിലും കാണും. ഇല്ലേ? കാണും. ഉണ്ടോ? പിന്നെ ഉച്ച സമയമായിട്ട് കാണാൻ സാധ്യതയില്ല. പിന്നെ ഇത് കൊണ്ട് വെച്ച് എടുത്തോളുമായിരിക്കും. ആ എടുത്തോളൂ. അത് കുടിക്ക്. അതിനകത്തുണ്ടല്ലോ. കുടിക്കൊന്നും വേണ്ട. ആ തീർന്നോ? അത് ഒരു കവളും കൂടെ ഉണ്ട്. അവർക്ക് കൊടുത്തേച്ചാൽ മതി. എന്നതാ? ഇതെല്ലാം കൊടുത്തേച്ചാൽ മതി. ആ അതിനകത്ത് ശകലം കൂടെ ഉണ്ട്. വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. മതിയോ? ആ കൊണ്ട കൊടുക്കുന്നുണ്ടോ? കൊണ്ട കൊടുക്കുന്നുണ്ടോ? അടുക്കളയെ കൊണ്ട കൊടുക്കുന്നുണ്ടോന്ന് കൊടുത്ത് നോക്കിയാലോ അറിയാം. ആ മേടിക്കില്ല. പിന്നെ മേടിക്കാതിരിക്കുമോ? അടുക്കളയിലെ സാധനമല്ലേ. അടുക്കളയിലെ സാധനമല്ലേ മേടിക്കാതിരിക്കുമോ? അടുക്കളയിലല്ലേ ഇത് കൂട്ട് ഗ്ലാസ്. ഗ്ലാസ് അങ്ങോട്ടൊന്നും വെച്ചേച്ച്. ആ കൊണ്ടുപോകുന്നുണ്ടോ? ഗ്ലാസ് കൊണ്ടുപോകുന്നുണ്ടോ? എലിക്കുട്ടിയമ്മ കൊണ്ടുപോകുന്നുണ്ടോ ഗ്ലാസ്? ഇട്ട് പോകണുണ്ടോന്നോ? അടുക്കളയിലോട്ട് കൊണ്ടുപോകുന്നുണ്ടോന്നാ ചോദിച്ചേ. അടുക്കളയെന്നോ? ആ അടുക്കളയിലോട്ട് ഗ്ലാസ്സേ കൊണ്ട വയ്ക്കാൻ പോകുന്നുണ്ടോന്നാ ചോദിച്ചേ. ഇവിടെ വെക്കാൻ പോകാനായിട്ട് പറ്റുമെന്ന് അറിയില്ല. അതിനാ? സമയം കിട്ടിയെങ്കിലും അറിയത്തുള്ളൂ. സമയം കിട്ടിയെങ്കിലും അറിയത്തുള്ളൂ. അതിന് മാത്രം സമയം അതിനകത്തിനാ? എങ്ങോട്ടാ പോകുന്നത്? പോകുന്ന ഇപ്പോൾ ഇതല്ലേ വീട്. ഈ വാതിൽ തുറന്ന അപ്പുറത്തെ മുറിയല്ലേ. ആ അതിനപ്പുറം അടുക്കള. എലിക്കുട്ടിയമ്മ ഒത്തിരി കിടന്ന് പണിത അടുക്കളയല്ലേ. വീട്ടുപേരെന്നാ? ഇവിടുത്തെയോ? അത് ഇതോ? ഞാറുകുളം. ഞാറുകുളം. അങ്ങനെയാണ്. ആ ഞാറുകുളം ഉതിരക്കട്ടെ പറയും. ഞാറുകുളത്തെ ഒത്തിരി വീടുകളുണ്ട്. ഓരോ സ്ഥലത്ത് താമസിക്കുന്നവർ അതനുസരിച്ച് സ്ഥലപ്പേര് കൂട്ടിയാണ്. ആ അവർ മേടിച്ചോളും. ഞാൻ കൊണ്ട് കൊടുക്കണോ? എലിക്കുട്ടിയമ്മയ്ക്ക് പറ്റിയല്ലേ? അതിനാ? എന്നാ പറ്റിയേ? എലിക്കുട്ടിയമ്മ അതിലേറ്റ് നടന്നതാണല്ലോ രാവിലെ. രാവിലെ അതിലേറ്റ് നടന്നതാണല്ലോ. ആ ഞാൻ കൊണ്ട കാണിക്കാം. നേരിട്ട് വാ. ഞാറുകുളത്തേല്. പിള്ളേരൊക്കെ ഉണ്ടോ? ആ പിള്ളേരൊക്കെ ഉണ്ട്. എണീറ്റ് വാ. എണീറ്റ് വാ. ഇത് കൊണ്ടുപോകും. ആ അത് കൊണ്ടുപോകണ്ടേ? ഞാൻ പിടിക്കാം. ഏറ്റ് വാ. എലിക്കുട്ടിയമ്മ നമുക്ക് അടുക്കളയിൽ പോയി കഴിവ് വെക്കുമോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടി കേട്ടോ. എലിക്കുട്ടിയമ്മ ഏറ്റ് വരുമോ എന്നൊന്ന് അറിയാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇതങ്ങ് കൊണ്ട കഴിക്കാൻ കുഴപ്പമൊന്നും ചോദിക്കാം. പക്ഷേ നമ്മൾ മെമ്മറിയിലോട്ട് തിരിച്ച് വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി, നമ്മുടെ മെമ്മറിയിലോട്ട് ഇതൊക്കെ തിരിച്ച് വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് അമ്മ ഇപ്പോൾ വീട് ചോദിച്ചത്. ഈ വീട് അല്ല വേറെ വീട്. അപ്പോൾ പോണ വീട് പറഞ്ഞു. പക്ഷേ അത് അരയത്ത് പുത്തമ്പര എന്നാണ് പറഞ്ഞത്. പക്ഷേ അതിപ്പോൾ ഈ ഏത് വീടാന്നുള്ളത് വിട്ടുന്നില്ല. അപ്പോൾ ആ വീട്ടുകാർ ചോദിക്കുന്നതാണ് അത് ഞാറുകുളമാണോ ഇതാണോ എന്നുള്ളത്. വരുന്നുണ്ട്. നമുക്ക് ഗ്ലാസ് കൊടുത്ത് നോക്കാം. കൊണ്ട കഴിവ് വെക്കുമോ ഇല്ലയോ നമുക്കൊന്ന് അറിയാലോ. എന്നാ ഗ്ലാസ് എന്നാ? ആ എവിടെയാ കൊണ്ടോ വെക്കണേ? ഗ്ലാസ് എവിടെയാ കൊണ്ടോ വെക്കണേ? എവിടെയാ? അടുക്കള എവിടെയാ?
ഇവിടുത്തെ അടുക്കള ഏതാ? അടുക്കള ഏതാ? അടുക്കളയിലെല്ലാം ഉണ്ടോ വെക്കണേ? അടുക്കള എവിടെയാണ്? ഏതാ? അതല്ലേ അടുക്കള? ഞാൻ നോക്കിക്കേ. അതൊക്കെ അമ്മയ്ക്ക് ഇതുണ്ട്, അടുക്കളയൊക്കെ കിട്ടുന്നുണ്ട്. ഇതോ? ആര് പറഞ്ഞു? എലിക്കുട്ടിയമ്മ ഏറ്റവും കൂടുതൽ ചെറുമിച്ച സ്ഥലമാണ് ഈ വീട്. പഴയ വീട് കഴിഞ്ഞാൽ പിന്നെ എത്ര വർഷം കിടന്ന് ചെറുമിച്ചതാണ്. ജോമോട് വന്നപ്പോൾ പിന്നെയാണ് എലിക്കുട്ടിയമ്മയുടെ ചർമ്മം ഇവിടുന്ന് മാറിയത്. അതുവരെ എലിക്കുട്ടിയമ്മ ഈ അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല അല്ലേ? കൂടുതൽ സമയം ഈ അടുക്കള തന്നെയായിരുന്നു. ഇതല്ലേ അടുക്കള? ഈ അടുക്കള പരിചയമുണ്ടോ? ഈ അടുക്കള പരിചയമുണ്ടോ? ഇല്ലേ? ഇത് എലിക്കുട്ടിയമ്മയുടെ അടുക്കളയല്ലേ? അതെ, ഇത് എലിക്കുട്ടിയമ്മയുടെ അടുക്കളയാ. അതെ അതെ. കൊണ്ട വെച്ചോ, കൊണ്ട വെച്ചോ, അടുക്കള കൊണ്ട വെച്ചോ. എവിടെയാ വെക്കണേ? നോക്കിക്കേ, എവിടെയാ ഇരിക്കണേ നോക്കിയേ. ഗ്ലാസ് എവിടെയാ വെച്ചേക്കണേ നോക്കിയേ. എവിടെ വെച്ചിരിക്കണേ നോക്കിയേ. അവിടെ അല്ലേ? തട്ടലല്ലേ? അവിടെ തട്ടലല്ലേ? അമ്മ ഇത് കഴുകുന്നുണ്ടോ എന്നോ നമുക്കൊന്നറിയാം. എന്നാ കാണിക്കണമെന്നറിയാൻ വേണ്ടി. അവിടെ വെക്കുവാണോ? കഴുകുന്നില്ലേ? കഴുകണ്ടേ? ഗ്ലാസ് കഴുകി വെക്കണ്ടേ? ഈച്ച വരിയല്ലേ? ഈച്ചയും പ്രാണിയൊക്കെ കണ്ട ജീവികളൊന്ന് കയറിയല്ലേ? അന്നേരം കഴുകിയാൽ മതിയോ? ഇപ്പം കഴുകണ്ടേ? ഇപ്പം കഴുകി വെക്കണ്ടേ? ഇപ്പം കഴുകി വെച്ചില്ലേ അത് മുഴുവൻ ഉണങ്ങി പിടിക്കുകയല്ലേ? അതേ മുഴുവൻ ഉണങ്ങി പിടിക്കുകയല്ലേ? ഉണങ്ങി പിടിക്കുകയല്ലേ? ഇല്ല, ഉണങ്ങി പിടിക്കും. അപ്പോൾ എലിക്കുട്ടിയമ്മ കഴുകുന്നതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് ഇപ്പോൾ കാണിക്കുന്നില്ല കേട്ടോ. ശ്രദ്ധിച്ചല്ലോ, എല്ലാവരും ശ്രദ്ധിച്ചല്ലോ. അപ്പോൾ കൊണ്ട് ഗ്ലാസ് കൊണ്ട് വെക്കുകയാണ് ചെയ്തത്. ഇത് ഞാറുകുളം ഉതിരക്കട്ട എലിക്കുട്ടിയമ്മയുടെ സ്വന്തം വീട്. അടുക്കളയൊക്കെ മറന്നുപോയോ എലിക്കുട്ടിയമ്മേ? ഇത് എലിക്കുട്ടിയമ്മയുടെ അടുക്കളയാ കേട്ടോ. നോക്കിക്കേ എല്ലാം അതുപോലെ തന്നെ അല്ലേന്ന്. ആരാ വരാനുള്ളേ? പണ്ട് നേരത്തെയാണ് ഈ കപ്പൊക്കെ കൊണ്ട് അമ്മ പറക്കൊണ്ട് കഴുകി വെക്കുന്നതായിരുന്നു. ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നവരൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നവരൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ഇനി ആരും വരാനില്ല കേട്ടോ. ഇനി ആരും വരാനില്ല. ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നവരൊക്കെ ഇവിടെ ഉണ്ട്. പറയാൻ പറ്റിയല്ലേ? ആർക്കും വരാം. വരികയില്ല നമ്മൾ പറയുന്നില്ല. സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നവരെ കാര്യമാണ് പറഞ്ഞേ. അപ്പം ഈ ക്ഷീണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ മുരളൽ ഞരങ്ങലും എന്ന് തോന്നുന്നു. ക്ഷീണം മാറുന്നതനുസരിച്ച് കുറഞ്ഞ് വരുമായിരിക്കും. കൂടുതൽ ആണെങ്കിൽ മുന്നോട്ട് അത് കൂടുതലായിരിക്കും. അതാ എലിക്കുട്ടിയമ്മയുടെ വെട്ടിയാ. എലിക്കുട്ടിയമ്മയുടെ കട്ടിലേതാ? കട്ടിലേതാ? അത് കട്ടില്. അത് വെട്ടി. ഇപ്പം എലിക്കുട്ടിയമ്മയുടെ വീടേതാ? എലിക്കുട്ടിയമ്മയുടെ വീട് ഇവിടെ കാണുമോ? വീട് ഇവിടെയാണ്. അത് തന്നെ. വേറെ എല്ലാം എങ്ങോട്ടാ പോണേ? അതുകൊണ്ടല്ലേ കട്ടിലും പെട്ടിയില്ലേ വന്നേക്കണേ. വീടിതായിട്ടാണ് കട്ടിലും പെട്ടി ഇവിടെ വന്നേക്കണേ. ഇനി പ്രാർത്ഥന ചെല്ലുന്നുണ്ടോ? എന്നാ ഇനി പ്രാർത്ഥന ചെല്ലിക്കൂ. എനിക്ക് പണിയുണ്ട്, ഞാൻ പോവുക കേട്ടോ. എനിക്ക് പണിയുണ്ട്, ഞാൻ പോകുക. എനിക്ക് കുറുപ്പന്തറ പണിയുണ്ട്. കുറുപ്പന്തറ. അവിടെ ചെറിയ പരിപാടികളൊക്കെ ചെയ്തു കൊടുക്കാനുണ്ട്. ചെറിയ ബോർഡൊക്കെ ചെയ്തു കൊടുക്കാനുണ്ട്. ചെറിയ ബോർഡ് ചെയ്തു കൊടുക്കാനുണ്ട്. ബോർഡേ എഴുതി കൊടുക്കാനുണ്ട്. ഞാൻ പോവുക. പോയിട്ട് വരുമ്പോൾ വിശേഷങ്ങൾ പറഞ്ഞാൽ മതി. പിന്നെ തിരിച്ചു വരാതിരിക്കാൻ പറ്റുമോ? എലിക്കുട്ടിയമ്മയുടെ അടുത്തൊക്കെ വരാതിരിക്കാൻ പറ്റുമോ? ഞങ്ങളുടെ വീട് ഇതാ, ഞാറുകുളം ഉതിരക്കട്ട. അല്ലല്ല, പോണ കുറുപ്പന്തറയ്ക്കാ പോണേ. ഇപ്പോഴത്തെ സംശയം വീടും
ഏതാണെന്നുള്ളതാണ്. ഇതൊക്കെ നേരത്തെ ഉള്ള കാര്യങ്ങൾ തന്നെയാണല്ലോ. എന്നാൽ പൊക്കോട്ടെ. 4 കേട്ടോ ഏത് വീട് 4 വീടോ? ഇത് 4 അലമാര, 3 കള്ളി, 3 കള്ളി. കുറേ കുപ്പികളും പാത്രങ്ങളും. കുപ്പികളും പാത്രങ്ങളും ഒക്കെ അല്ല. പാത്രങ്ങളും കുപ്പികളൊന്നും കാര്യമായിട്ടില്ല. ദൈവങ്ങളുടെ പടങ്ങളാണ് ഇരിക്കുന്നത്. എലിക്കുട്ടിയമ്മയുടെ പ്രിയപ്പെട്ട ദൈവങ്ങളുടെ പടങ്ങളാണ് അവിടെ ഇരിക്കുന്നത്. എന്നാൽ ഞാൻ പൊക്കോട്ടെ. ഞാൻ പോവുക. പോവാതിരിക്കാനായിട്ട്. അങ്ങനെയാണോ? എന്നാൽ പോയിട്ട് വരാം കേട്ടോ. തിരിച്ചു വരികയായിരിക്കും. തിരിച്ചു വരും. തിരിച്ചു വരാതെ പിന്നെ എങ്ങോട്ട് പോകാനാ? തിരിച്ചു വരാതെ പിന്നെ എങ്ങോട്ട് പോകാനാ? പോകാൻ വേറെ സ്ഥലമൊന്നുമില്ല. ആകെയുള്ള ഇവിടെ ഉള്ളൂ. കേട്ടോ. ഇവിടെ അമ്മയും അപ്പനൊക്കെ ഇല്ലേ? ഇവിടെ അമ്മയുണ്ട്, അപ്പനില്ല. അപ്പനില്ലേ? അപ്പനെന്ത്? അപ്പം പള്ളിയിൽ പോയേക്കുവാ. പള്ളിയിൽ പോയേക്കുവാ. പള്ളിയിൽ പോയിട്ടാണല്ലോ വരികയെ. പള്ളിയിൽ പോയിട്ട് ഇപ്പോൾ വരികയില്ല. മരിച്ചാണെങ്കിൽ പിന്നെ മരിച്ചു പോയിട്ടാണോ? അതേ മരിച്ച് പള്ളിയിലാക്കിയേക്കുവാ. മരിച്ചവരെ പള്ളിയിലാക്കുമല്ലേ? അല്ല, മരിച്ചതാണെങ്കിൽ പിന്നെ പള്ളിയിലാന്ന് നോക്കാം. അതേ അങ്ങനെ പള്ളിയിലാന്നേ. അങ്ങനെ പള്ളിയിലായതാ. എന്നാ പൊക്കോട്ടെ. എനിക്ക് എന്നാ ഇതായാലും വേണ്ടിയില്ല. പോയാലും കുഴപ്പമില്ല, വന്നാലും കുഴപ്പമില്ല, നിന്നാലും കുഴപ്പമില്ല അല്ലേ? അത്യാവശ്യക്കാരൊക്കെ വന്ന് കാര്യങ്ങൾ നടത്തി ജീവിച്ചോളും. ജീവിച്ചോളും. ഓരോരോ സൗകര്യത്തിന് ജീവിച്ചു പോക്കോളും. എന്നാൽ ഞാൻ പോവുക. എലിക്കുട്ടിയമ്മ പ്രാർത്ഥന തുടർന്നോ കേട്ടോ. എനിക്ക് എന്നാ ഇതായാലും അപ്പം അങ്ങനെയായോ? എന്നാ ശരി. അപ്പോൾ തുടങ്ങിയ പ്രാർത്ഥന ഇതുവരെ തീർന്നില്ലേ? ആണോ? ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇപ്പം പ്രാർത്ഥന മണിക്കൂറായി. ആണോ? വീട്ടിലോട്ട് പോവാം. പ്രാർത്ഥിച്ചോണ്ടിരുന്ന പോകാൻ പറ്റുമോ? പ്രാർത്ഥിച്ചോണ്ടിരുന്ന പോകാൻ പറ്റുമോ? ഞാൻ പോകുമ്പോൾ തുടങ്ങിയ പ്രാർത്ഥനയാണ്. അത് കഴിഞ്ഞ് ഇപ്പൊ തുടങ്ങിയല്ലേ? ഒത്തിരി ഗ്യാസം പിടിച്ച് പറയുമ്പോഴേ ഗ്യാസം വീണ് കിടന്നു പോകുന്നത്. ക്രിസ്ത്യാനിയുടെ സഹായമേ, രാജ്ഞി, പാവന്മാരുടെ രാജ്ഞി, സാലുപുണ്യാളന്മാരുടെ രാജ്ഞി, അവലോൽപ്പനിയായിരിക്കും രാജ്ഞി, പരിശുദ്ധന്മാരുടെ രാജ്ഞി, സമാധാനത്തിന്റെ രാജ്ഞി, അലങ്കാരമായിരിക്കുന്ന രാജ്ഞി, ലോകഭാവങ്ങൾ നീക്കുന്ന ഈ കുഞ്ഞാട് കർത്താവേ ഞങ്ങളുടെ ഭാവങ്ങൾ ക്ഷമിക്കും. ലോകഭാവങ്ങൾ നീക്കുന്ന ഈ കുഞ്ഞാട് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ. ലോകഭാവങ്ങൾ നീക്കുന്ന ഈ കുഞ്ഞാടെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കും. സാധുശീലം ഹൃദയമുള്ള ഈശോയെ ഞങ്ങളുടെ ഹൃദയം അങ്ങേ തിരുവനന്തപുരത്തിന് ഒത്തുതാക്കണം. പ്രാർത്ഥിക്കാം. കരകാണാത്ത കുറുസത്തിലെ സർവേശ്വര കർത്താവെ, നിന്റെ തിരുക്കുവാരം പെട്ട പാടുകളാലും നിന്റെ 5 തിരുമുറുകൾ വഴിയായിട്ട് ചീറ്റിയ തിരിയക്കത്താലും പാവത്താൽ നശിച്ച മനുഷ്യവർഗത്തെ രക്ഷിച്ച് സ്വസ്ഥത പറ്റിയല്ലോ. അയാൾ അനുഭവിച്ച് തിരുമുറുകൾ കാലോത്തിൽ വണങ്ങി ശുചിച്ചുണ്ടാകുന്ന അടികൾ ആ വിലമതിയാത്ത തിരുരക്തന്റെ ഫലം പരലോകത്തിൽ പ്രായപ്പാൻ പാത്രന്മാരാണ്. ശുദ്ധീകരണ സ്ഥലത്തിൽ വ്യസനപ്പെടുന്ന ആത്മാക്കളെ അവധി ഉറവാനും ശാന്തം മോശം ചേരുവാനും കൃപയോ എന്നോട് പ്രാർത്ഥിക്കുന്നു. ഈ യാത്രകളൊക്കെ നിന്നോട് പ്രവാസോടുകൂടി ഏകദൈവമായി എന്നേക്കും നിത്യം ഈശോവാഴ്ന്ന നിന്റെ തിരുക്കുമാരനായ ഈശോയുടെ നാമത്തിൽ ഞങ്ങൾക്ക് പൂർത്തി തന്നതാണ്. മാഷവർക്ക് നേരെ ആരാഴ്ച വണങ്ങുന്നു. അങ്ങനെ ഇതേവരെ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന മനോഗുണങ്ങൾ ഓരോന്നിനെക്കുറിച്ച് പൂർണ്ണത്തോട് സ്തുതിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങളെ സഹായിക്കാനും ഞങ്ങളുടെ ആവർത്തനത്തെ ഞങ്ങളെ സംരക്ഷിക്കാനും ഞങ്ങളുടെ ദുഃഖാശ്രയങ്ങളെ ആശ്വസിപ്പാനും വേണ്ടി അങ്ങേ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്ന ആഗ്രഹത്തിലെ മനുഷ്യത്തിൽ അപേക്ഷിപ്പിൻ നിങ്ങൾ കൈക്കൊള്ളും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവും തുറക്കപ്പെടും എന്ന് ദായപൂർവ്വം ഉള്ളച്ചുവാൻ തിരുവനന്തപുരം. വീണ്ടും വിശ്വവാക്യദേഹം കീർത്തനത്തോട് വെളിപ്പെട്ട് 12 വാഗ്ദാനങ്ങൾ വഴിയായി ഞങ്ങളുടെ ആത്മീയവും ലൗകികവുമായ ഏതൊരു ആവശ്യങ്ങളിലും ക്രൂസാര തെറ്റിടാത്ത സങ്കേതമായിരിക്കുന്ന പറഞ്ഞയ്ക്ക് അനുഗ്രഹങ്ങളുടെ സ്നേഹത്തിൻ്റെ നിധിയായ അങ്ങേ ഹൃദയത്തിന് പക്കലെടുത്ത് ഇനി ആവശ്യങ്ങളെ സഹായിക്കുമെന്ന് എത്രയും വലിയ എളിമയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ കാലത്ത് പ്രവേശിച്ച ഭവനങ്ങളിൽ മാത്രമല്ല ഈശോയോട് യാചിച്ച്
വെളിയിൻ്റെ ദുഷ്കത്ത മനുഷ്യർക്ക് പോലും ഈ ദാനങ്ങൾ ധാരാളമായി കളയിലോട്ട് അങ്ങേക്ക് മുഴുവൻ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ കുടുംബത്തിന്മേലും അങ്ങേ വാസന മക്കളായി സ്വീകരിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ഓരോരുത്തരുടെ മേലും ഞങ്ങൾ അപേക്ഷിക്കുന്നത് ഈ നന്മ കൽപ്പിച്ചരണമെന്നും അങ്ങനെ സകാട വീട്ടിൽ വർഷിച്ച നിത്യായുസിൻ്റെ ദാനങ്ങൾക്കും കാനായിലെ വിരുന്ന് വെച്ച് പ്രധാനം ചെയ്ത് ലവീ നന്മകൾക്കും ഞങ്ങളെ അവകാശമാക്കണം. ദേവമാതാവിൻ്റെ പരമപിതാവിൻ്റെ നേരെയുള്ള സ്നേഹത്തെക്കുറിച്ച് എത്ര വലിയ എളിമയോടുകൂടി അങ്ങയുടെ ഞങ്ങൾ അപേക്ഷിക്കും. സ്വർഗസ്വരായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഭൂയിതമാണ്. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണ്. ഞങ്ങൾക്ക് അന്നു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തൽ ദുസ്സാരിയും ഞങ്ങളെ രക്ഷിക്കണേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാണ്. ആമേൻ. അങ്ങനെ പ്രാർത്ഥനയൊക്കെ ചെല്ലി മടുത്ത് എലിക്കുട്ടി അമ്മ ഇറക്കി വന്നിട്ടുണ്ട്. പ്രാർത്ഥനായജ്ഞം അരമണിക്കൂർ 3/4 മണിക്കൂർ നേരത്തെ പ്രാർത്ഥനായജ്ഞം കഴിഞ്ഞിട്ട് 3/4 മണിക്കൂറായില്ല പ്രാർത്ഥന തുടങ്ങിയിട്ട്. പ്രാർത്ഥനായജ്ഞമൊക്കെ കഴിഞ്ഞ് എലിക്കുട്ടിയമ്മ അതേ വെളിയിലേക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന വയ്യാണ്ടിരിക്കുന്ന മാതാപിതാക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന്. പിന്നെ അമ്മയുടെ പ്രാർത്ഥനയായിട്ട് എല്ലാവരും വിട്ടുപോയി. ആ, അമ്മ മാത്രമല്ല പ്രാർത്ഥിച്ചു, അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചോ? ആരെ സമ്മതിച്ചില്ല പ്രാർത്ഥിക്കാൻ. അമ്മ ഭയങ്കര പ്രാർത്ഥനയായിട്ട് അവരെല്ലാം പോയി. ബന്ധമില്ലെന്നും പറഞ്ഞ് അവർ പോയി. അപ്പം ഇങ്ങനെ അമ്മയെപ്പോലെ പ്രാർത്ഥിക്കുന്ന കാർത്തമാരുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അത് ഏത് മതത്തിലാണ്, മതവും ജാതിയൊന്നുമല്ല വിഷയം. പ്രാർത്ഥന ചെല്ലുന്നവർ ഉണ്ടെങ്കിൽ കാരണം ഇതൊക്കെ അവരെ ഓർമ്മയിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യം തന്നെയാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും തന്നെ മറന്നുപോയി. പക്ഷെ പ്രാർത്ഥന 90% ഓർമ്മ തന്നെയുണ്ട്. അത് മറന്നിട്ടില്ല. ചെറുപ്പത്തിൽ ജനിക്കുന്നതിന് മുമ്പേ കിട്ടുന്നതായോണ്ടായിരിക്കും. ജനിക്കുന്നതിന് മുമ്പേ ബ്രെയിനിൽ കയറുന്നതാണല്ലോ, അതുകൊണ്ടായിരിക്കും ഇതൊക്കെ ഓർമ്മ തന്നെ നിലനിൽക്കുന്നതെന്ന് തോന്നുന്നു. ഇനിയെന്നാ പരിപാടി? പ്രാർത്ഥന കഴിഞ്ഞില്ലേ? ഇനിയെന്നാ പരിപാടി? അല്ല, പ്രാർത്ഥന കഴിഞ്ഞ് പരിപാടി എന്നാന്ന് ചോദിച്ചേ. പ്രാർത്ഥിക്കാൻ വന്നവരെല്ലാം വിട്ടുപോയി. എലിക്കുട്ടമ്മയുടെ പ്രാർത്ഥന കേട്ട് പ്രാർത്ഥിക്കാൻ വന്നവരെല്ലാം പോയി. അവരെ വീട് വഴി പോയി. എലിക്കുട്ടിയമ്മ ഭയങ്കര പ്രാർത്ഥന, പുറത്തെല്ലാവർക്കും കേൾക്കാം. അതുകൊണ്ട് അവരെല്ലാം പോയി. അവരാരും പ്രാർത്ഥിച്ച ഏക്കിയല്ലെന്ന്. എലിക്കുട്ടിയമ്മയുടെ പ്രാർത്ഥന കേൾക്കോളെന്ന് മൊത്തം മുഴങ്ങി കേൾക്കുന്നത്. പിന്നെ എലിക്കുട്ടിയമ്മ കുറച്ച് ഉഷാറാണ്, ഇന്നലത്തെ പോലെയല്ല. പിന്നെ പ്രാർത്ഥന ചൊല്ലി പിന്നെ ഭക്ഷണമെല്ലാം കഴിച്ചു. കുഴപ്പമില്ലാണ്ട് വലിയ കുഴപ്പം കാണിച്ചില്ല. പക്ഷേ ചെരുപ്പിടുന്ന കാര്യം ഒട്ടും മറന്നു പോകുന്നുണ്ട്. ചെരുപ്പ് എന്തിയേ? ചെരുപ്പ് എലിക്കുട്ടിയമ്മയുടെ ചെരുപ്പ് എന്തിയേ? ചെരുപ്പ് എന്തിയേ? ചെരുപ്പിടാത്തന്നാ ചെരുപ്പ്. ചെരുപ്പ് എന്തിയേ? പിള്ളേർ വന്നോട്ടെ. ചെരുപ്പോ? ചെരുപ്പ് ഇവിടെ കിടപ്പുണ്ടല്ലോ. അവരെടുത്തോണ്ട് പോയോ? അതിന് എലിക്കുട്ടിയുടെ ചെരുപ്പ് അവരെടുത്തോണ്ട് പോണേ? എലിക്കുട്ടിയമ്മയുടെ ചെരുപ്പ് മക്കളെന്തിനാ എടുത്തോണ്ട് പോണേ? പിള്ളേരെടുത്തോണ്ട് പോണേ? അതിനാ ഇതുണ്ടല്ലോ ചെരുപ്പ് കിടക്കുന്നത്. അതല്ലേ പറഞ്ഞേ, അതെടാതെ നടക്കുന്നേ. എടാതെ നടന്ന് വല്ലയിടത്തും കാല് തട്ടി വീഴിയല്ലേ? കാല് തട്ടി വേദന ഉണ്ടാക്കിയല്ലേ? അത് എടാതെ നടന്നേ കാലൊക്കെ തട്ടിയില്ലേ? എന്നാലും തട്ടി പോലെ തട്ടി വേദനയൊക്കെ ഉണ്ടാക്കിയല്ലേ? അപ്പോൾ ഒരു പ്രാർത്ഥന ഞാൻ കഴിഞ്ഞ് ക്യാമ്പൊക്കെ വിട്ടു ഗ്യാസ് പിടിച്ച് പ്രാർത്ഥനയെല്ലാം ചൊല്ലി എലിക്കുട്ടിയമ്മ അങ്ങനെ മടുത്ത് ഇരിക്കുകയാണ്. അപ്പം ഇച്ചിരി ഇറങ്ങി നടന്നുകൊണ്ട് ഗ്യാസൊക്കെ അങ്ങ് പോയി. ഇപ്പോൾ വന്നിരുന്നപ്പോൾ ചെരിപ്പിടുക അല്ലേ? നടന്നപ്പോൾ എടുക്കുന്ന കാര്യം മറന്നുപോയി. വിവാൻ ഇങ്ങനെ വരുന്നതുകൊണ്ട് ഏറ്റവും കൂടി വന്നതാണേ. വിവാൻ പശുവിൻ്റെ അടുത്തോട്ടൊക്കെ പോയി.